ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് അധിക നാള് നിലനിൽക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമായിരിക്കാം. എനിവേസ് ഈ 3 കാര്യങ്ങൾ വളരെ തുടർച്ചയായി റിലേഷൻഷിപ്പിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, കോൺസ്റ്റന്റ് ആയി ഇമോഷണലി നിങ്ങൾ വളരെയധികം എക്സോസ്റ്റഡ് ആയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു റീസൺ. ഇത് ഇമോഷണലി വളരെയധികം എക്സോസ്റ്റഡ് അല്ലെങ്കിൽ വളരെയധികം ടയേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്ന സമയത്ത് ഇത് 1-2 ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ല. തുടർച്ചയായി ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പല പ്രവൃത്തികളുമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇല്ലാത്തതായിരിക്കാം, അവരെ കേൾക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാത്തതായിരിക്കാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം കണ്ടെത്താത്തതായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെയധികം ആബ്സെന്റ് ആയിട്ടായിരിക്കാം കിടക്കുന്നത്. ഇത്തരത്തിൽ പല കാര്യങ്ങളാണ് ആ ഒരു ഇമോഷണലി എക്സോസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. പകരം വളരെയധികം ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരമാവധി അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ കഴിയുന്ന എഫേർട്ടിനപ്പുറം എടുത്ത് ടയേർഡ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ വളരെയധികം ഡ്രെയിൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് അധിക നാള് മുന്നോട്ട് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. സോ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് ആക്ച്വലി മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ലാക്ക് ഓഫ് എഫേർട്ട് ഫ്രം വൺ സൈഡ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തൊന്നും യാതൊരുവിധ എഫേർട്ടും ഉണ്ടായിരിക്കില്ല ആ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ ടൈം ആണെങ്കിലും നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, നമ്മുടെ ലവ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് എന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത്. ആ റിലേഷൻഷിപ്പ് അത്രയധികം മുന്നോട്ട് പോവില്ല എന്നുള്ളത്. കാരണം വൺ സൈഡഡ് ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. എൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ആവശ്യം എന്ന രീതിയിൽ. സ്വാഭാവികമായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു സ്നേഹമുള്ള അല്ലെങ്കിൽ ആ ഒരു ആവശ്യമുള്ള വ്യക്തിയായിരിക്കും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും കാണണമെന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻസോ കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്, സർപ്രൈസുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വൺ സൈഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് അധിക പേർക്കും ഫീൽ ചെയ്യുക. സോ ഇത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ എഫേർട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് അത്രയധികം മുന്നോട്ട് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ സൈൻ. 3, റിപ്പീറ്റേറ്റീവായി അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു കാര്യം. നമുക്കറിയാം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദപ്രതിവാദം വരുന്നു, അല്ലെങ്കിൽ ഡിസഗ്രിമെന്റുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ചില സമയത്ത് അതൊരു വഴക്കിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം.
പക്ഷേ ഇതൊന്നും സോൾവ് ചെയ്യാതെ അത് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വഴക്കായിരിക്കും, അതുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ട എന്ന രീതിയിലൊക്കെ അതൊന്നും സോൾവ് ചെയ്യാതെ, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താതെ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താതെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ കണ്ടിന്യൂസ് ആയി വരുന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിനൊരു ഡിസഗ്രിമെന്റ് വന്നു. അതെന്താണ്? ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെന്റ് ആയിരിക്കും. സോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അത് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി അത് എപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു കാര്യം അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ സോൾവ് ആവാതെ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് അതൊരു പക്ഷെ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ്. ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായവും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു അഭിപ്രായവുമാണെന്ന് വിചാരിക്കുക. രണ്ട് അഭിപ്രായങ്ങളാണ്. സോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അതൊരു സോൾവ് ചെയ്യാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ഒരു തോന്നൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സോൾവ് ചെയ്യാത്ത പ്രോബ്ലംസ് ലൈഫിലുണ്ട് എന്നുള്ളൊരു തോന്നലായി മാറും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും. ഈ 3 കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ലൈഫിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയധികം മുന്നോട്ട് പോവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പോയിന്റ് 3 ആണെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒരുപാടാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് അറിയാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിവേസ് നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്